വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഡോപ്പയ്ക്ക് ഒരു അഭിമാനമായിട്ട് ഒരുപാട് ആളുകൾ ഇവിടെ, ഒരുപാട് കുട്ടികൾ ഒരുപാട് ത്യാഗങ്ങളൊക്കെ സഹിച്ച് അവർ നല്ലൊരു പേരുണ്ടാക്കി തന്ന് ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് ഡോപ്പ പോകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. വളരെയധികം സന്തോഷം ഞങ്ങളുടെ മകനും ഇതിലൊരു പങ്കാളിയാകാൻ പറ്റിയത്. ഓക്കെ, ആദ്യത്തെയും കഴിഞ്ഞ വർഷം കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ വരുത്തി എന്നുള്ള ദുഃഖം ഉണ്ടായിരുന്നു. ഈ വർഷം അമ്മന് സ്റ്റിൽ കരയുന്നുണ്ടെങ്കിൽ അമ്മ വിഷമത്തിലാണ്. കാരണം ഒരു സില്ലി മിസ്റ്റേക്സ് അവൻ വരുത്തി എന്നുള്ളതാണ്. ഒരു സില്ലി മിസ്റ്റേക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ 700 എന്നുള്ള ആ സ്കോർ എത്തായിരുന്നു അല്ലേ? കാരണം വെച്ചാൽ അവന് അതേപോലെ കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ തന്നെയാണ് പറ്റിയത്. പക്ഷെ ഇപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നിങ്ങളുടെ എല്ലാവരുടെയും ഒരുപാട് നാളത്തെ പ്രയത്നവും, കാരണം ഞങ്ങൾ എന്നും അവനോട് പറയും, കാരണം നിങ്ങൾ സാർമാരായാലും ഫാക്കൽറ്റീസായാലും എല്ലാവരും ഒരുപാട് കിടന്ന് കഷ്ടപ്പെട്ടാണ്. അതുകൊണ്ട് എന്തായാലും ഡോപ്പയുടെ ഒരു അഭിമാനമായി മാറണമെന്നായിരുന്നു ഞങ്ങൾ എന്നും പറഞ്ഞു കൊടുക്കുന്നത്. അതിൽ ഭയങ്കര സന്തോഷം. ഈ റിസൾട്ട് നമ്മുടെ കേക്ക് വാങ്ങിച്ചത് ഇപ്പം ഇനിയാണ് കഥ. നമ്മുടെ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട്. ആക്ച്വലി റിസൾട്ടിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ എക്സാക്ട് മാർക്കൊന്നും ഞങ്ങൾ അനൗൺസ് ചെയ്തിട്ടില്ല. സ്റ്റിൽ ഓഫീസിലേക്ക് വന്നുള്ള നമ്മുടെ സ്റ്റുഡൻസിൻ്റെയും പാരൻസിൻ്റെയും വീഡിയോ അല്ലെങ്കിൽ അവരുടെ മാർക്ക് മാത്രമാണ്. സ്റ്റിൽ നമ്മൾ കൗണ്ടിങ് ആണ്. ട്രെയിനിൽ നിൽക്കുന്ന ട്രാഫിക് ജാമിൽ നിൽക്കുന്ന ആൾക്കാരുണ്ട്, ട്രെയിനിൽ നിൽക്കുന്ന നമ്മുടെ ടോപ്പേഴ്സ് ഉണ്ട്, അവരൊക്കെ മാർക്ക് വരാണ്ട്. എന്ത് പറയുന്നു ആഷിഖ് സാർ? ഒരു വർഷത്തെ മോർണിംഗ് മീറ്റിംഗ്, ഒരു വർഷം 6 AM വിടാതെ ചേഞ്ച് ചെയ്തതിൻ്റെ ആ ഒരു റിസൾട്ട് കാണുന്ന ആ ഒരു കാണുന്ന മൊമെന്റിൽ ഇപ്പൊ എന്ത് പറയാണ്? ഈ ബാക്കിയുള്ള റിസൾട്ട് ഓൺ ദ വേ ആണ്. എന്ത് പറയാണ്ട് ഇപ്പൊ എന്തെങ്കിലും പറയാ ചിരിക്കും. ആഷിഖ് സാർ ആക്ച്വലി ഇന്ന് എന്താ വെച്ച് കഴിഞ്ഞാൽ നീറ്റിന് പോകുന്ന ഒരു നീറ്റ് ആസ്പിരൻ്റ് ഇല്ലേ, എന്താണ് നീറ്റിന് തൊട്ട് മുന്നേ എങ്ങനെ ആയിരിക്കും? ഒന്നും ഓർമ്മ ഉണ്ടാവില്ല, കിളി ബ്ലാങ്ക് അതേപോലെയാണ് നിൽക്കുന്നത്. വെച്ചാല് ഇത്ര ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്, ഇത്ര സന്തോഷം ബാക്കി എല്ലാവരുടെ മുഖത്തുണ്ട് എന്ന് പറയുമ്പോൾ ദർ ഇസ് സംതിങ് കമ്മിങ്. ദാറ്റ്സ് ഇറ്റ്. ബാക്കി നമുക്ക് പിന്നെ പറയാന്നുള്ളതാ. അത്ര വിചാരിച്ചാൽ മതി, ഇവിടെ എന്തോ ഉണ്ട് എന്ന് വിചാരിച്ചാൽ മതി. ഇനി എന്താ അറിയണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരും, നമുക്ക് ബാക്കി പറയാം. ഞാനൊക്കെ പിള്ളേരോട് നമ്മളെ എയിംസ് ബാച്ചിലെ പിള്ളേരോട് ചോദിച്ചപ്പോൾ ഡോപ്പൻ്റെ സെയിം ക്വസ്റ്റ്യൻ പേപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കയറി വന്നപ്പോൾ തന്നെ അവർ ഫീഡ്ബാക്ക് കണ്ടപ്പം ഭയങ്കര അത്രയും അവർ കോൺഫിഡൻ്റ് ആണ് ഡോപ്പൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്നുള്ള ഭയങ്കര ഒരു ഹാപ്പി തോന്നി. അവർ വന്ന് കയറി വരുന്ന ഓഫീസിൽ ഞാൻ അവരെ കണ്ടപ്പോൾ അത്രയും അവരുടെ മുഖത്ത് ഇത് കാണാനുണ്ട്.